നല്ല തേങ്ങ വറുത്തരച്ച മീൻകറിയാണ്. നല്ല ഫ്രഷ് മീൻകറി. നമ്മൾ കഴിഞ്ഞ ദിവസം വല വീശി പിടിച്ച മീൻ കാണിച്ചില്ലേ, ആ മീനാണിത്. നല്ല സൂപ്പറായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഫ്രഷ് മീൻ കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീല് അത് വേറെ തന്നെ. എന്തോ ഇല്ല, എന്ത് വരുന്നുള്ളൂ. നല്ല കുടംപുളിയൊക്കെ ഇട്ട് കഷ്ണത്തേലോട്ടൊക്കെ പിടിക്കണം. പിടിച്ചു കഴിഞ്ഞാണല്ലോ മോനെ, പിന്നെ പിടിച്ചേ കിട്ടുമല്ല. പച്ചക്കപ്പഴോടെ സൂപ്പറല്ലേ. നല്ല അടിപൊളിയല്ലേ. പച്ചക്കപ്പ തന്നെ വേണം ഇതിന്. നല്ല ചോറായാലും മതി. നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിച്ച് കഴിച്ചാലും അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് നല്ല കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്യാം അല്ലേ. അതൊക്കെ അപ്പം നമ്മുടെ മീനൊന്ന് കാണിച്ച്, നമ്മൾ തിളയ്ക്കുന്ന മീനൊന്ന് കാണിച്ച്. തേങ്ങ വറുത്തരച്ച് നല്ല പച്ച വറുത്തില്ലേ, കാരണം വറക്കാൻ പറ്റില്ല. തേങ്ങ അരച്ചത് കേട്ടോ, സോറി ഗൈസ്, തേങ്ങ അരച്ചതാണ് ഇത്. തേങ്ങ അരച്ച കറി വറുത്തരയ്ക്കൂലേ? മീൻ വറുത്തരയ്ക്കോ? ഇല്ലേ, മത്തി വറുത്തരച്ചെന്ന് കേട്ടിട്ടുണ്ടോ? ആണോ? വറുത്തരച്ച് കറിയൊക്കെ ഒന്ന് നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ. ഒന്ന് ട്രൈ ചെയ്യണം. അപ്പം ഇത് നല്ല അരച്ച തേങ്ങ അരച്ചാണ്, വറുത്തരച്ചിട്ടില്ല. സോറി ഫോർ ദാറ്റ്. എന്തോ കടുക് പൊട്ടിച്ചോ ഓൾറെഡി? കടുക് സാധാരണ വെന്ത് കഴിഞ്ഞിട്ടല്ലേ പൊട്ടിക്കുന്നേ? രണ്ട് രീതിയിലുണ്ടാക്കാം. പൊട്ടിച്ചിട്ട് ഉണ്ടാക്കാം, ഇതൊക്കെ വെറൈറ്റി രീതിയിൽ ഉണ്ടാക്കാം അല്ലേ. സമ്മതിക്കണം. എന്തായാലും കണ്ടിട്ട് അടിപൊളിയാണ്. ടേസ്റ്റും അതുപോലെ ആയിരിക്കും. ഫ്രഷ് മീനല്ലേ, കടലിൽ നിന്ന് പിടിച്ച നല്ല അടിപൊളി മീനാട്ടോ. മീനിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മല്ലറ്റ് എന്ന് പറയാം. ആണ് മീൻ, നല്ല മുള്ളൊക്കെ ഉള്ളൊരു മീൻ. എന്തായാലും നമുക്കിത് റെഡിയാകുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നല്ല ചോറ് കൂട്ടി കഴിക്കാം. കപ്പയില്ലല്ലേ, കപ്പ ഉണ്ടാകുന്ന അടിപൊളിയാകും. ഇത് നമുക്കിനി ചൂട് ചോറിൻ്റെ മുകളിൽ ഒഴിച്ച് കഴിക്കാം. ലെറ്റ്സ് ഡു സംതിങ് എൽസ്. അപ്പം നമ്മുടെ ഹൈടെക് പച്ചക്കറി തോട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ പച്ചക്കറി തോട്ടം, പാവപ്പെട്ടവൻ്റെ. ആ കോവൽ മാത്രമേ ഉള്ളൂ. മുരിങ്ങയുണ്ട്, പിന്നെ കോവയ്ക്ക ഉണ്ടായി വരുന്നുള്ളൂ. ഞങ്ങൾ ആദ്യത്തെ വിളവെടുപ്പാണ്. അവിടെ ഇവിടെയൊക്കെ ഉണ്ടായി നിൽപ്പുണ്ട്. കരിയാപ്പ്, കരിയാപ്പുണ്ട്. പറഞ്ഞു അങ്ങനെയല്ല പറയണ്ട. ഇങ്ങനെ പുറകോട്ട് ഇങ്ങനെ ഓടിച്ചാൽ മതി. കണ്ടോ, അങ്ങോട്ടിട്. ഇട്ടോളൂ. സുസാന്റെ വേറെ എവിടെയാ നോക്കാണ്ട് താഴെ കൈ എത്തുന്നിടത്തൊക്കെ പറിക്കും നീ. താഴെ നിൽക്കുന്ന പറിക്കും ജോസാന്റെ. ജോസൂട്ടി പറിച്ച ഒരുപാട് ഉണ്ടാവും എനിക്ക് തോന്നുന്നു. അവിടെ താഴെ നിൽക്കുന്നു. വെരി ഗുഡ്. നട്ടത് വെറുതെ ആയില്ല, ദൈവം ഫലം തന്നിട്ടുണ്ട്. പോട്ടെ. അമ്മ പറിക്കുന്നവരെ പറിച്ചേ, എല്ലാം പറിച്ച് കളയല്ലേ. അകത്തോട്ട് പോവാം, നമ്മുടെ തോട്ടത്തിന്റെ അകത്തോട്ട് പോവാം. അകത്തോട്ട് പോവാം. ഇനിയില്ലേ, ഇതവിടെ ഉണ്ടോ? അവിടെ മതി. കോവയ്ക്ക തോരൻ അടിപൊളിയാണ്. എനിക്ക് കോവയ്ക്ക വറുത്തത് ഇഷ്ടമാണ്. നമുക്ക് ആ നല്ല കല്യാണത്തിനുള്ള കുറെ ഒന്നും ഉണ്ടാക്കണം കേട്ടോ. ഇതാ ഇവിടെ നിൽക്കുന്ന മുകളില്. കാണത്തില്ലേ, കൈ തൊട്ടോ. പിന്നെ ഇതാ മുകളില്. ഇത് ഞാൻ ഉദ്ദേശിച്ചേക്കാളും ഉണ്ട് കേട്ടോ. ഇനിയുണ്ടോ?
La 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 la. Lo 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 lo. Yeah, come on. മൂത്ത് വരുന്നുള്ളൂ കേട്ടോ. കണ്ടോ അടുത്ത വരയ്ക്കുമ്പോഴത്തേനും അത് ഭയങ്കര ഇതാ ജോസൂട്ടിക്ക് കിട്ടിയല്ലോ കുറെ. വെരി ഗുഡ്. ദാറ്റ്സ് ഇറ്റ്. അവിടെ വന്നപ്പോ വേറെ ഒത്തിരി കണ്ടോ ആ ചക്കയും കിട്ടി. കഴിഞ്ഞോ? നമ്മളെ ഹൈടെക് ഉണ്ടോ കയറി പോകാനുള്ള കയറൊക്കെ ഒന്നുമില്ല. ഇതുപോലെയൊക്കെ കയറൊക്കെ കെട്ടി കളിക്കാന്ന് പറഞ്ഞാണല്ലോ, ചെറിയ കാര്യമൊന്നുമില്ല. സ്കില്ല് വേണം, സ്കില്ല്. നമ്മുടെ പേരൻസ് കൃഷിക്കാരായതുകൊണ്ട്, രണ്ടുപേരുടെയും പേരൻസ് കൃഷിക്കാരായതുകൊണ്ട് അത്യാവശ്യം അവർ ചെയ്യുന്നത് കണ്ടൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇനി എന്താ ഉള്ളത്? മുരിങ്ങ. ഇതാ മുരിങ്ങ വന്നിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം കയറി വരുന്നുള്ളൂ. ഉണക്ക സമയമല്ലേ. അടിപൊളി ആകാശം മുരിങ്ങ. ഇത് കണ്ടോ, ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ടല്ലേ. ബ്യൂട്ടി, ബ്യൂട്ടി ഓഫ് നേച്ചർ. ഇതിവിടെ പയറ് കാര്യങ്ങള്, വെണ്ട, പാവല്, ബീൻസ്, കുമ്പറ എല്ലാം നട്ടിട്ടുണ്ട്. ആയി വരുന്നുള്ളൂ. നമ്മുടെ അടിപൊളി കപ്പളം റെഡിയായി വരുന്നു. 3 ഒരുമിച്ചാണ്. ഒരമ്മ ഒറ്റ മക്കളാണ്. 4 ഇരട്ടകളാണ് ഇവരെ. 4 ഇരട്ടകളല്ല, വേറെന്താ പറയുന്നത്, പരട്ടകളാണ്. കരിയാപ്പ് കാണിക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ കറിവേപ്പ്. കണ്ടില്ലേ? ഇവനെ നമ്മൾ വെട്ടി നിർത്തിയേക്കുന്ന കേട്ടോ. ഇല്ലെങ്കിൽ ഇവനിപ്പം വലിയ മരമാകേണ്ടവനായിരുന്നു. നമ്മുടെ ഇവനെ കുറ്റി പോലെ നിർത്തിയേക്കാം. ഇത് മതി, നമ്മുടെ ആവശ്യത്തിനുള്ളത് നമുക്ക് കിട്ടുന്നുണ്ട്. ആദ്യം നമ്മൾ പൈസ $1 കൊടുത്താണെന്ന് വാങ്ങിച്ചോണ്ടിരുന്നത്. 4 എതളിന് $5. നാട്ടിലെ ഒരു 250 രൂപ ആവുമായിരുന്നു ഒരു 5 എതളിന്. ഇപ്പം കണ്ടില്ലേ, നമുക്ക് ആവശ്യത്തിന് ഒരു തൈ നിൽപ്പുണ്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, പൈനാപ്പിൾ കയറി വരുമ്പം കാണിക്കാം. പൈനാപ്പിൾ കാണിക്കാൻ മാത്രം ഒന്നുമില്ല, അതുകൊണ്ടാണ്. പാവപ്പെട്ടവൻ്റെ പൈനാപ്പിൾ ഇനി കാണിച്ചില്ലെന്ന് പറയില്ലത്. അപ്പം കയറി വന്നു കഴിഞ്ഞാണല്ലോ ഈ 10 കിലോ ഉള്ള കാ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. ഡെസേർട്ട് റോസ്, ഇതൊക്കെ നമ്മുടെ ഡെസേർട്ട് റോസ്. കൊള്ളാം. ഡെസേർട്ട് റോസ് കേട്ടോ. ഇതിപ്പോ ഇവിടെ എല്ലായിടത്തും ഉണ്ട്. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. ആകാശം അടിപൊളി. ഇതാണ് ഹൈലൈറ്റ്. ഈ ആകാശമാണ് നമ്മുടെ ഹൈലൈറ്റ്. ആകാശ ആ ചെടികളൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ എന്തൊരു ഭംഗിയാണ് നോക്കി. സമയത്ത് വലിയ ചൂടില്ല. എന്താ, സൂര്യൻ കാർമേഘത്തിനുള്ളിലായതുകൊണ്ട് നമുക്ക് വലിയ ചൂടില്ല. ബ്യൂട്ടി. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണേ. ഇനിയും ഇതുപോലെ ഇതിലും ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. Okay, bye bye. Please show your support by your likes, comments and subscription, please. If not, I will be doing videos anyway, but will not be that much interested, I think. Okay, thank you very much. See ya.